കണ്ണൻ ലച്ചൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലച്ചൂസ് കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിക്കുട്ടിയായിട്ട് നിൽക്കുകയാണ്. ഇനി അച്ഛൻ്റെ കൂടെ കടയിൽ പോകണമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. അച്ഛനും മക്കളും കൂടെ കാലത്തെ തന്നെ സാധനങ്ങൾ മേടിച്ചിട്ട് വരാൻ പോയത്. എന്തൊട്ടൊക്കെയാണ് ലേസ്, കുറേ സാധനങ്ങൾ. അവർക്കുള്ള കുറേ സാധനങ്ങളുണ്ട്. അവർക്കെന്താ ചീട്ട് കളിക്കാം ലച്ചു ബേബിക്ക്. ലച്ചു ബേബി ഒരു ഹായ് പറയേ. കണ്ണുകുട്ടിക്ക് പടക്കം. വിഷു കഴിഞ്ഞപ്പോഴാണ് കണ്ണുകുട്ടിക്ക് പടക്കം. നമ്മൾ ബീട്രൂട്ട് പേര് ഉണ്ടാക്കാനാണ്. ഇപ്പം എണ്ണ ചൂടായി, കുറച്ച് കടുകിട്ടു. കടുകിട്ടയിലേക്ക് കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് സബോളയും വേപ്പിലയും കൂടെ ഇടുക. സബോളയും വേപ്പിലയും കൂടെ ഇട്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ഉപ്പും ചേർത്തിട്ട് വഴറ്റുക. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതൊന്ന് മൂക്കുമ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന ബീറ്റ്റൂട്ട് അതിലിട്ടിടുക. അത് മൂത്തിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് ഇടുക. നമ്മുടെ ഒരു കൈ കൊണ്ട് ക്യാമറ പിടിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ പാത്രത്തിൽ അങ്ങനെ കൊട്ടുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഓരോ കുറച്ചായിട്ട് എടുത്തിടുക. ഇപ്പോൾ നമുക്ക് ഒരു കയ്യിൽ ഞാൻ ക്യാമറ പിടിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് നമ്മളതിലേക്ക് കുറച്ച് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് നാളികേരവും ചേർത്ത് ഇനി അത് എന്താണ് സിമ്മിൽ ഇട്ട് വേവിക്കുക, അടച്ച് വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് പേര് റെഡിയാവും. ഇനി നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഉണക്കയിലയാണ്. ഉണക്കയില കറി വയ്ക്കുകയാണ്. പിന്നെ ചോറ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഉണക്കയില കറി വയ്ക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം കണ്ടോ കുടംപുളി ആവശ്യത്തിനനുസരിച്ചുള്ള കുടംപുളി ഇട്ട് അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ അരപ്പ് ചേർത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി തിളയ്ക്കുമ്പോൾ നമ്മളതിലേക്ക് മീൻ കഷ്ണം ഇടുക. അപ്പോൾ നമ്മുടെ അരപ്പ് തിളച്ചിട്ടിരിക്കുകയാണ്. നമ്മളതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇടുക. അപ്പോൾ മീൻ കഷ്ണം ഇട്ട് ഇത് പാകത്തിന് വെന്ത് കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളി കാച്ചിട്ട് കഴിഞ്ഞാൽ മീൻ കറി റെഡിയായി. അപ്പോൾ നമുക്കിത് ഒന്ന് വേവട്ടെ കേട്ടോ. മീൻ കറി റെഡിയായി. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇത് ഉള്ളി കൂപ്പിക്കാനായിട്ട് വെച്ചേക്കാണ്. അപ്പോൾ നമ്മുടെ ഉണക്കയില കറി, കുടംപുളിയിട്ട ഉണക്കയില കറി റെഡി ആയിരിക്കുകയാണ്. പിന്നെ പയറുപ്പേരി, പിന്നെ ബീട്രൂട്ട് ഉപ്പേരി, ഇനി ഒരു മുട്ട ഓംലേറ്റ് കൂടെ ഉണ്ടാക്കണം. അത് ഊണ് കഴിക്കാൻ നേരത്തെ, അത് ചൂടോടുകൂടി കഴിക്കണം. ഇപ്പോൾ കഴിക്കാറായിട്ടില്ലല്ലോ, സമയം ഒരു 12 മണി കഴിഞ്ഞിട്ടുള്ളൂ തോന്നുന്നു. അപ്പോൾ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ കഴിക്കാൻ നേരത്തെ ഒരു ഓംലേറ്റോട് കഴിക്കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചത്തെ വിഭവങ്ങൾ റെഡിയായി. അച്ഛമ്മയുടെ മാമ്പഴം ചെത്താണ്. അമ്മ നല്ല മധുരം ഉണ്ടല്ലേ, നല്ല മധുരം ഉണ്ടല്ലേ, നല്ല മധുരം കഴിച്ചു നോക്കിയാൽ നല്ല മധുരം. ഏട്ടന് കൊടുക്ക്. നല്ല മാമ്പഴ, നമ്മുടെ ഇവിടെ ഉണ്ടായ മാമ്പഴ. മാങ്ങ നിറച്ച് നോക്കിയേ, എന്തോരം മാങ്ങയാന്നോ, നിറച്ച് മാങ്ങയാ. അതാ ഗൈസ്, നമ്മുടെ ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. എനിക്ക് വയ്യാത്തതുകൊണ്ട് രാശേട്ടനാണ് ഓംലേറ്റ് ഉണ്ടാക്കിയത്. ഞാൻ തലവേദനയായിട്ട് കിടന്നപ്പോൾ ആള് അപ്പത്തേനും ഓംലേറ്റ് റെഡിയാക്കി. എനിക്ക് തലവേദനയാന്ന് പറഞ്ഞുകൊണ്ട് വേഗത ആള് ഒക്കെ ചോറൊക്കെ പകർത്തുകയാണ്. എന്താണ് ഭാര്യ സ്നേഹം. വഴക്ക് പറയുകയും ചെയ്യും, വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ആള്. ലച്ചു കടലും കൂടെ ഊണ് കഴിഞ്ഞ ശേഷം കടബിയെ പുതിയ ചീട്ട് കളിക്കാൻ ചീട്ട് മേടിച്ചില്ല കാലത്തെ. ആ ചീട്ട് കളിയാണ് ഇപ്പം. ലച്ചുവേ ചീട്ട് കളിക്കാൻ അറിയാം എനിക്ക്? അവനറിയില്ല, കണ്ണനറിയില്ല അത്. അപ്പം കണ്ണമ്മനെ എഡിറ്റേ ചീട്ട് ഗോൾഡ് ഫാദർ ഗോൾഡ് എന്നൊക്കെ പറയണ കേട്ടു. ചീട്ടുകളിയാണ് ഇപ്പം ഇവർക്ക്.
പിന്നെ ABCD അറിയത്തില്ല, അത് വേറെ കാര്യം അല്ലേ പറ്റ. അതാണ് ഗോഡ് ഫാദർ ഗോൾഡ്. അതിൻ്റെ ഡപ്പ എടുത്ത് വയ്ക്കാം. ഇവിടെ ആരോ കളിച്ച് വെച്ചായിരുന്ന പഴയ ഒരു കവർ കണ്ടപ്പോൾ തുടങ്ങിയതാണ് ചീട്ട് വേണത്. കുറച്ചൊന്നും അറിയത്തില്ല കേട്ടോ ഇവർക്ക്. എന്നിട്ടാണ് 1 2 3 മാത്രമേ അറിയത്തുള്ളൂ. ഇതാണ് അവരുടെ ഇപ്പൊ കളി. ഇന്നത്തെ ചേട്ടനും അർജുൻ ചേട്ടനൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ മഴ ചെറുതായി ചാറി ഇവിടെ. അപ്പൊ കളിക്കാണ് ചീട്ട് കളി. ഹായ്, ഞങ്ങള് തിരൂര് വടകുറുമ്പ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഞങ്ങൾ തട്ടകത്തമ്പലാണ് തിരൂര് വടകുറുമ്പക്കാവ്. അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. അവിടെ ഉള്ള കാഴ്ചകൾ കാണാം. മനസ്സിലാക്കാം. അയ്യപ്പൻ്റെ അമ്പലമാണ്. അപ്പം ഞങ്ങൾ അമ്പലത്തിലെ തൊഴിൽ കഴിഞ്ഞിട്ട് ഇറങ്ങി. അവൻ്റെ പെനീൻ്റെ ബാക്കിലത്തെ കാലത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളതാ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മൊബൈലിനൊരു കവർ വാങ്ങണം. അപ്പം അതിന് അങ്ങോട്ട് പോവുക. മൊബൈൽ നന്നാക്കാനായിട്ട് ഷോറൂമിൽ വന്നിരിക്കുന്നു തിരൂര്. ഇവിടെ എല്ലാം ഉണ്ട്, മൊബൈൽ മാത്രമല്ല അല്ലേ, മൊത്തം സ്റ്റോഴ്സ് ഉണ്ട് ഇതിൽ. സ്കൂൾ ടൈമിൻ്റെ എല്ലാ സ്കൂൾ ഐറ്റംസ് ഉണ്ട്. കടയുടെ പേര് ഗൗതം ചേട്ടനാ കടയുടെ പേരാ. തിരൂര് സെൻറ്ററിൽ തന്നെയാണ് കേട്ടോ ഈ കട. കാരണം പേര് നോക്കാനായിട്ട് പോയേക്കാം. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചെത്തി. പോകുന്ന വഴിക്ക് കുട്ടികൾക്ക് ഞങ്ങൾക്കായിട്ട് മുട്ട പപ്സ് പിന്നെ ഉഴുന്നുവടയും മേടിച്ചു. അമ്മ മുട്ട പപ്സ് കഴിക്കില്ല, പിന്നെ വെജിറ്റബിളിൻ്റെ ചോദിച്ചപ്പോൾ പപ്സ് ഇല്ല. അമ്മയ്ക്ക് ഉഴുന്നുവടയും മേടിച്ചതാ, കുട്ടികൾക്ക് പപ്സും മേടിച്ചു. പിന്നെ 3.5 കിലോ ഉരുളൻകിഴങ്ങിന് 100 രൂപ, സബോളയ്ക്ക് അതും കുറച്ച് മേടിച്ചിട്ട് പോന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ.